വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തിയേറ്റർ തന്നെ പോയി കാണുന്നത്. കാരണം മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് പറഞ്ഞാൽ ഈ പടക്കാണ് ആ സിനിമയാണ്. അത് 5 കല്ലുകളാൻ ഒരു ഓർക്കാപ്പുറത്തുള്ള ഒരു ജം കിട്ടിക്കാൻ നല്ല പടം. തിയേറ്ററിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ പടം. എൻജോയ് ചെയ്തു. 2 മണിക്കൂർ പോയി തന്നില്ല. നല്ല രസമുണ്ട് പടം. അടിപൊളിയായിട്ട് പോയി. എന്റർടൈൻമെന്റ് ആയിരുന്നു. നല്ല സിനിമയാണ്. നല്ല ട്രീറ്റ് ചെയ്യുന്ന വിഷ്വലി നല്ല എല്ലാവരും എന്താ എക്സൈറ്റ് ചെയ്യിക്കുന്നത്? ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ടോ? ബിജിഎം കൊള്ളാം, സിനിമോഗ്രാഫി കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം. അടിപൊളിയായിരുന്നു. പുതിയൊരു ടൈപ്പ് ഓഫ് മേക്കിംഗ് ആണ്. പുതിയൊരു ജോണറാണ് പരിപാടി. അപ്പം ചിലപ്പോൾ അല്ല എത്രേ ഉള്ളൂ. നമ്മുടെ ഒരു പുതിയൊരു മേക്കിംഗ് ആണ്. ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ക്യാമറ വർക്കാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം ഇവരൊന്ന് വെച്ചാണ് നിൽക്കുന്നത്. ലുക്ക് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആക്ഷൻ നന്നായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാം ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമയാണ്. കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള നേച്ചറും കാര്യങ്ങളൊക്കെ ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു പുതിയൊരു ജോണറാണ് മലയാളത്തിലേക്ക്. അടിപൊളിയാണ്. എല്ലാവരും ആക്ടേഴ്സ് എല്ലാവരും എല്ലാവരും അടിപൊളിയാണ്. മൊത്തത്തിൽ ആസ് എ ഹോൾ സിനിമ അടിപൊളിയാണ്. എല്ലാ ആക്ടേഴ്സും ബ്രില്യൻ്റ്ലി പെർഫോം ചെയ്തിട്ടുണ്ട്. ലുക്കാണ് എല്ലാവരും അടിപൊളിയാണ്. സിനിമയുടെ ബിജിഎം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. ബിജിഎം നല്ല രസമാണ്. അതാ പറയാം, ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അടിപൊളി പടമാണ്. കിട്ടിലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യേണ്ട പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരുടെ അടിപൊളിയാണ്. അതിനകത്ത് ഈ മറ്റേ കുട്ടിക്കാലം ചെയ്തൊരു കുട്ടിയൊക്കെ ഉണ്ട്. അതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആണ്. പിന്നെ ബിജിഎം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം അടിപൊളിയാണ്. സൂപ്പറാണ്. ലുക്കുമാന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? ലുക്മാനൊക്കെ എല്ലാവരും, അതായത് വെറുതെ പറയല, എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയാണ്. ഇത് ഏത് ജോണറിൽ പെട്ട ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ചെയ്യിപ്പിക്കുന്ന എന്താണ്? അതായത് ഒരു എന്താ പറയുക, സീറ്റഡ് ത്രില്ലർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തന്നെയാണ്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? കിടിലൻ പടം. അതായത് മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് പറഞ്ഞാൽ ഈ പടക്കാണ്. അതായത് അങ്കമാലിക്കാരൻ ചെമ്പുവിനോദത്തിന്റെ അനിയൻ ഉല്ലാസേട്ടൻ പിടിച്ച പടം. എന്തുകൊണ്ടും കിടിക്കേണ്ട പടം. അതായത് മേക്കിംഗ് ഒക്കെ അത് പ്രത്യേകം നമുക്ക് സ്ക്രീനിൽ കാണാവുന്നുണ്ട്. മേക്കിംഗ് ഒക്കെ പിന്നെ അതേപോലെ തന്നെ ബിജിഎം ഈ കാര്യത്തിൽ എടുത്തു പറയുന്നതാണ്. ബിജിഎം ആണ് ഈ പടത്തിൽ നട്ടില്ലെന്ന് പറഞ്ഞാൽ. പിന്നെ ആക്ഷൻ സീൻസ് ഇപ്പൊ കമ്മിറ്റി പടം ആ ഒരു ലെവല് ലൈവ്, അതായത് നടക്കണ ഒന്നും അത് നടക്കാത്ത കാര്യങ്ങളായിട്ട് ഒന്നും തോന്നിയില്ല. എന്തുകൊണ്ടും കിടുക്കിപ്പടം. ലുക്കുമാന്റെ അഭിനയം എങ്ങനെ? പെർഫോമൻസ് എല്ലാവരും കിട്ടില്ല. അത് ലുക്മാൻ മാത്രമല്ല, ചെമ്പമിനോദായാലും സെന്തിലെ മണികണ്ഠ എല്ലാവരും കിടിക്കുന്നു. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ചെയ്യിപ്പിക്കുന്നത് എന്താണ്? എനിക്ക് പടത്തിൽ ബിജിഎം ആണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അതായത് അത് തിയേറ്ററിൽ നിന്ന് കാണാനുള്ള എല്ലാ സംഭവം എനിക്ക് തോന്നിയില്ല. സിനിമയാണ്. അത് 5 കല്ലുകളാൻ ഒരു ഓർക്കാപ്പുറത്തുള്ള ഒരു ജം കിട്ടിക്കാച്ചി പടം. ഒന്നും പറയാനില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മേക്കിങ്, റൈറ്റിങ്, ആക്ഷൻ, പെർഫോമൻസ് എല്ലാം കൊണ്ടും മികച്ചതാണ്. ഒരു ഡിഫറെൻറ്റ് വൈബ് തന്നെയാണ് നമുക്ക് ഈ പടം കാണുന്നത്. ഒരിക്കലും തിയേറ്റർ മിസ് ചെയ്യരുത്. പിന്നെ പ്രത്യേകമാണ് ബിജിഎം. ആ പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഒരു ബിജിഎം, ക്രെഡിറ്റ്സ് ചെയ്തിട്ടാണെങ്കിൽ പാട്ട് എല്ലാം ഒന്നും മികച്ചം. വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് 2024. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തിയേറ്റർ തന്നെ പോയി കാണുക. കാരണം വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടാണ് മലയാളത്തിലെ ഇമ്മാതിരി മേക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. മേക്കിംഗ് ഒരു രക്ഷയില്ല. പെർഫോമൻസ് വൈസ് പടത്തിൽ നെഗറ്റീവ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഒരു 1.25 മണിക്കൂറുണ്ട്. ഇടിച്ചങ്ങിട്ട് ഇരുത്തും. അമ്മാതിരി ഐറ്റംസ് ആണ്. ഇതിൽ സൗണ്ട് മിക്സ് ചെയ്തേക്കുന്നത് പുഷ്പയുടെ വർക്ക് ചെയ്ത ടീംസാണ് ചെയ്തേക്കുന്നത്. സൗണ്ട് മിക്സിംഗ് ആണ് ഹൈലൈറ്റ്. മാർക്ക് റീഡിങ് ആണെങ്കിലും പെർഫോമൻസ്, ജമ്പിന്, ലുക്മാന്, മണികണ്ഠന് എല്ലാവരും. സോ ഡോണ്ട് മിസ് ഇറ്റ്. ക്യാരക്ടറിന്റെ ഔട്ട്ഫിറ്റിന്റെ ഇല്ല, ഇപ്പൊ ഓബിയസ്ലി ഓക്കെയാണ്. ഞാൻ പറഞ്ഞില്ല, ആ ഇന്റർവ്യൂ സമയത്ത് ഫസ്റ്റ് ഇടുമ്പോൾ അതിനോട് സെറ്റിൽ തന്നെ നോർമലായിട്ട് പൊറോട്ട കണ്ടു. നമ്മുടെ ഒരു മരണമാസമായിട്ട് തന്നെ പറയാൻ ചെമ്പം വിനോദവും നമ്മുടെ ലുക്മാനിലെ ആറാടി അഭ്യസിച്ചിട്ട്